ഹലോ നമസ്കാരം, ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു കോടി ജനങ്ങളോട് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ അക്കാദമി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇമേജ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. പല സെലിബ്രിറ്റീസിന്റെയും അല്ലെങ്കിൽ ഒക്കെ സ്റ്റാറ്റ്യൂകൾ നിർമ്മിച്ചുകൊണ്ട്, പ്രതിമകൾ നിർമ്മിച്ചുകൊണ്ട്, മേക്ക് പ്രതിമകളൊക്കെ രൂപങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ജെമിനി എന്നുള്ള ടൂളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ജെമിനി ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്യുക, ക്രോമിൽ എന്ത് ചെയ്യുക, ജെമിനി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഓക്കെ, ജെമിനി സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന പേജാണ്, ഫസ്റ്റ് വരുന്ന ടാബ് തന്നെയാണ് നമ്മളുടെ ജെമിനിയുടെ ഒഫീഷ്യൽ ഗൂഗിൾ പേജ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോംപ്റ്റ് ഉണ്ട്, പ്രത്യേകതരം പ്രോംപ്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഇമേജസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് ജെമിനി തന്നെ തരുന്നുണ്ട്. മേക്ക് മൈ ഓൺ കസ്റ്റം മിനി ഫിഗർ, മിനി ക്രിയേച്ചേഴ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോംപ്റ്റ് കിട്ടും. ഈ പ്രോംപ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡാഷ്ബോർഡിലോ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് ജസ്റ്റ് നിങ്ങളിവിടെ കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആസ്ക് ജെമിനി എന്നുള്ളടത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെലിബ്രിറ്റി ഒരു ഫോട്ടോ ഇമേജസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ഔട്ട് ആവുന്നതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കുറച്ച് ഇവിടെ നമ്മളെ ദുൽഖർ സൽമാൻ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഫോട്ടോ ഒരു മിനിയേച്ചർ ഫിഗർ ആക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. ജസ്റ്റ് വെയിറ്റ് ഫോർ എ സെക്കൻഡ്. അപ്പോൾ നമുക്ക് വീഡിയോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ തന്നിട്ടുണ്ട്. പ്ലീസ് അപ്ലോഡ് ആൻ ഇമേജ് സോ ഐ ക്യാൻ ക്രിയേറ്റ് എ 1:7 സ്കെയിൽ കൊമേഴ്ഷ്യലൈസ്ഡ് ഫിഗർ ബേസ്ഡ് ഓൺ ദി ക്യാരക്ടർ നെറ്റ് എന്നാണ് പറയുന്നത്. ഇമേജ് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം, നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം. ക്ലിക്ക് ചെയ്തു, ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് സെൻഡ് കൊടുത്തു. ഓക്കെ, എന്താണ് നമുക്ക് മിനിയേച്ചർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് എ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് ജനറേറ്റ് തന്നിട്ടുണ്ട്. നോക്കാം, ദുൽഖറിന്റെ ഫോട്ടോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. യെസ്, കണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദുൽഖർ ഒരു ചെയർമേ ഇരിക്കുന്ന ഒരു മിനിയേച്ചർ ഫിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന, അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്തൊരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മമ്മൂക്കയുടെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. മമ്മൂക്കയുടെ മിനിയേച്ചർ ഫിഗർ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂക്ക ഇരിക്കുന്ന ഒരു വൈറ്റ് ഷർട്ട് ആൻഡ് പാൻറ് ഇട്ടിട്ട് ഒരു ബീൻ സോഫയിൽ ഇരിക്കുന്ന ഒരു ഇമേജാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയായിരിക്കും, യെസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, സിമിലർ ടു മമ്മൂക്ക, റൈറ്റ്. അതെ, മമ്മൂക്ക ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇമേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, യെസ്, നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ, ലാൽ സാറിത് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം, ലാലേട്ടൻ്റെത്. ഓക്കെ, എന്നിട്ട് ഒന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കിതിൽ പ്രോംപ്റ്റാണ് ശ്രദ്ധിക്കാനുള്ളത്. പ്രോംപ്റ്റ് കൊടുക്കുക, അതിനുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ജെമിനി എടുക്കുക, ഈ പ്രോംപ്റ്റ് അപ്ലൈ ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മിനിയേച്ചർ ആയിട്ട് ഫിഗർ നമുക്ക് തരുമെന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ഫോട്ടോ നമുക്ക് നോക്കാം. യെസ്, സോറി, ദുൽഖറിൻ്റെ ഫോട്ടോ ആണ് തന്നിട്ടുള്ളത്. ചില സമയത്ത് ഇങ്ങനത്തെ എറേഴ്സ് ഒക്കെ തരും കേട്ടോ. നമുക്ക് എന്തെങ്കിലും വീണ്ടും നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട്
നമുക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പ്രോംപ്റ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ ജെമിനി നമുക്ക് പ്രോംപ്റ്റ് തന്നതുകൊണ്ട് നമ്മളോട് ആദ്യം ചോദിച്ചില്ല ഫസ്റ്റ് ആസ്ക് മീ ടു അപ്ലോഡ് എ ഇമേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇമേജ് അപ്ലോഡ് ചെയ്യാനാണ് ചോദിക്കുക. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഈ ലെവലിലാണ്, ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന ലെവലിലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, യെസ് മോഹൻലാലിൻ്റെ ഫോട്ടോ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഏകദേശമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളായിട്ട് ഇനിയും വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.